ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് ഹബ്ബ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള വിഭവമായ ഉള്ളിച്ചോറാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഞാൻ ഉണ്ടാക്കണമെന്നുള്ളത് കണ്ടാലോ. ഇതാ ഒരു കൈപ്പിടി നിറയെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തേക്കണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ ഈ ഉള്ളിച്ചോറുണ്ടെങ്കിൽ അതിലേക്ക് വേറെ കൂട്ടാനുകളൊന്നും വേണ്ടല്ലോ അല്ലേ. വേറെ കറികളിൽ ഒന്നും ഇല്ലാത്ത ടൈമിലും അതേപോലെ തന്നെ കൂടുതൽ ടൈമില്ലാത്ത നേരത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണല്ലോ ഉള്ളിച്ചോറ്. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും ടേസ്റ്റിന് ഒട്ടും കുറവില്ലാത്തൊരു സാധനം കൂടിയാണല്ലോ അല്ലേ. അങ്ങനെ ഞാനിത് എടുത്ത് വെച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇതാ ഞാൻ ഇതേപോലത്തെ ഒരു ഉരലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലിട്ടിട്ട് നമുക്കിത് ചതച്ചെടുക്കാം. ഇതൊരു ട്രഡീഷണൽ വിഭവം ആയതുകൊണ്ട് തന്നെ ഇത് മിക്സിയിലിട്ട് ചതക്കണേനേക്കാളും നല്ലത് ഇതേപോലെ ഒരു ഉരലിലൊക്കെ ഇട്ട് ചതച്ചെടുക്കണാവില്ല നല്ലത് അല്ലേ. അങ്ങനെ ഞാനിതിൽക്ക് ഇതാ ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇച്ചിരി വാളംപുളിയും 1 ഇല്ലി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തേക്കണ്. ഇനി ഇതാ അത് ഞാൻ നല്ലോണം ചതച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ചതച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു ചമ്മന്തി ആയിരുന്നല്ലേ. ഇനി ഉള്ളിച്ചോറ് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ട്രഡീഷണൽ വിഭവം ആയതുകൊണ്ട് തന്നെ നമുക്ക് മൺചട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കല്ലേ. അതല്ല അതിൻ്റെ ഒരു ഇത് അല്ലേ. അങ്ങനെ ചട്ടിയൊക്കെ നല്ലോണം ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത്. വെളിച്ചെണ്ണയും ചൂടായപ്പോൾ നമ്മൾ ചതച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് ഞാനിവിടെ ചതച്ച് വെച്ച മുളക് ഉണ്ടായിരുന്നുണ്ട്, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ അതൊക്കെ ചേർത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ടൈമിൽ എന്താ ഉണ്ടാകുക എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ. എന്നാലും ഞാൻ പറയുകയാണേ, ഒരു പ്രത്യേക തരം സ്മെല്ലാണ് കേട്ടോ. നമ്മളെ മൂക്കൊക്കെ ഇങ്ങനെ അടിച്ച് കയറും. പറയാതിരിക്കാൻ വയ്യ. ഇപ്പോൾ ഇതാ നമ്മൾ ഉള്ളി ഇതേ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പം തന്നെ ചോറിട്ട് കൊടുക്കണില്ല കേട്ടോ. ഒന്നും കൂടെ ഗോൾഡൻ കളർ ആയിക്കോട്ടെ, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ കുറച്ച് നേരം കൂടെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ വെളിച്ചെണ്ണയിൽ ആ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും മൂത്ത് വരുമ്പോൾ ഉണ്ടല്ലോ ഒരു സ്മെല്ല്. വല്ലാത്തൊരു സ്മെല്ല് തന്നെയാണല്ലേ. ഇപ്പോൾ ഇതാ നമ്മളെ ഉള്ളി വട റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയും അടുപ്പത്തിട്ട് ഇളക്കിയിട്ട് ഇത് കരിച്ചിട്ട് ഉള്ളിച്ചോറിൻ്റെ പേര് മാറ്റാനുള്ള ഇടവരുത്തണ്ടല്ലോ. ഇപ്പോൾ തന്നെ നമുക്ക് ഇതിലേക്കുള്ള ചോറ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാനിതാ 1 കപ്പ് ചോറ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചോറൊക്കെ ചേർത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നല്ലോണം മിക്സ് ചെയ്താണ്ട് എടുക്കാം. കുറേ നേരമായില്ലേ നമ്മളെ കൊതിപ്പിക്കണ മണം മൂക്കൊക്കെ ഇങ്ങനെ അടിക്കൽ തുടങ്ങിയിട്ട്. അപ്പം ഇനി അധികം കാത്തിക്കണ്ടട്ടാ, ചൂടോടെ തന്നെ നമുക്കതാണ്ട് കഴിക്കാം. അപ്പോൾ ഇത് ട്രഡീഷണൽ വിഭവം ആയതുകൊണ്ട് ഇവിടെയും ഞാനൊരു കുറവ് വരുത്തിയിട്ടില്ല. കഴിക്കാനുള്ളത് വിളമ്പിക്കണതും മൺചട്ടിയിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ മൺചട്ടിയിലിട്ടിട്ട് ഉള്ളിച്ചോറ് തിന്നുമ്പോഴുള്ളൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ഉണ്ടാക്കി നോക്കി, എന്നിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.